അപ്പൊ ഇന്നത്തെ കിടിലൻ ചലഞ്ച് എന്താന്ന് വെച്ചാ വിസ്പർ ചലഞ്ച്. അപ്പൊ ഈ വിസ്പർ ചലഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അപ്പൊ അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കൂ. ചാലഞ്ചിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ ഹൈ വോളിയത്തിൽ പാട്ടും കാര്യങ്ങളും ഹെഡ്ഫോൺ വഴി വെക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ വെക്കും, ഇവിടെ കയ്യിൽ ഹെഡ്ഫോണും ചെവിയിൽ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഞാൻ അവളുടെ ഒപ്പോണന്റ് കുറച്ച് വാക്കുകളൊക്കെ പറയും. ആ വാക്കുകൾ വായയുടെ ആക്ഷൻ കൊണ്ട് മാത്രം കണ്ടുപിടിക്കണം. ഇപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ വെക്കുമ്പോ ഒന്നും കേൾക്കാൻ പോണില്ല. നമ്മൾ ഇയർപോഡും വെക്കുന്നുണ്ട് ഹെഡ്ഫോണും വെക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല. ഹൈ ബാസുള്ള വെക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പരമാവധി 5 ചാൻസ് ആട്ടോ. അതിൽ പറഞ്ഞില്ല 5 ചാൻസ് ആണ് ഒരാൾക്ക്. എന്നുവെച്ചാൽ 5 വട്ടം നമ്മള് പറഞ്ഞു കൊടുക്കുക. അതിന്റെ ഉള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ ആളുടെ ആ ചാൻസ് പോയി. പിന്നെ ഇത് 3 സെക്ഷൻ ആയിട്ട് ഗെയിം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സിനിമ പേര്, സെക്കൻഡ് സെക്ഷൻ പാട്ടോട്. അല്ല പാട്ടല്ല, ഈ നമ്മള് കട്ടിയുള്ള വാക്ക് അല്ലെങ്കിൽ വല്ല സിനിമയിലെ ഡയലോഗോ എന്തെങ്കിലും യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഫൈനൽ സെക്ഷൻ ആണ് ഈ വല്ല പാട്ടോ എന്തെങ്കിലും. അപ്പൊ ഗൈസ് ഞാനാണ് ഫസ്റ്റ് വെക്കുന്നത്. ഇവന്റെ ഇത് കഴിക്കണം, ഞാൻ പറയണം. അതെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇവളുടെ ചാൻസ് ആണ്. അപ്പൊ ഞാൻ കഠിനമായ വാക്കുകൾ മാത്രമേ പറയുള്ളൂ. കഠിനമായ വാക്കുകളല്ല, കഠിനമായ സിനിമ പേര്. സിനിമ പേര് റെഡി ആയിക്കോ. ഇപ്പൊ കേൾക്കാല്ലേ സാധനങ്ങളൊക്കെ? നീ പാട്ട് വെക്കുമ്പോ കേൾക്കാണ്ടോ എന്ന് പറഞ്ഞു. ഹലോ ഹലോ ഹലോ. ഇതിപ്പോ ഞാൻ ഹലോ എന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലാവൂലോ. ഓക്കെ, വേറെ എന്തെങ്കിലും വാക്കുകൾ. നീ എന്ത് ഉച്ചക്ക് എന്തിനു കഴിച്ചേ? വിശ്വസിക്കാം, ഒന്നും കേൾക്കണില്ലെന്ന്. ഒന്നില്ല. നമുക്ക് ആദ്യത്തെ സെക്ഷനിലായ സിനിമ പേരിലേക്ക് തുടങ്ങാം. ആദ്യത്തെ സിനിമ പേര് ഏതാണെന്ന് വെച്ചാ വികുതകുമാരൻ. ഓക്കെ, നിനക്കുള്ള വാക്ക് ഫസ്റ്റ് വൺ. 5 ചാൻസ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടാ. ഫസ്റ്റ് വൺ വികുതകുമാരൻ. ഫലൂഡയല്ല, മിൽക്ക് ഷേക്ക്. മലയാള സിനിമയാണ്. മലയാളം ഉണ്ട്. ഫസ്റ്റ് ചാൻസ് പോയി. രണ്ടാമത്തെ വികുത കുമാരൻ. അല്ല, ഫലൂഡ എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? അല്ല. രണ്ടാമത്തെ ചാൻസ് പോയി. അത് തമ്പുരാനറിയാം, കാണാൻ വഴി ഉണ്ടാവില്ല. ഫസ്റ്റ് മലയാള സിനിമ. മൂന്നാമത്തെ ചാൻസ് വികുത കുമാരൻ. നീ ഫാലോഡ് മിൽക്ക് ഷേക്ക് ഒന്നും പറയാനട്ടാ. മൂന്നാമത്തെ ചാൻസ് കിട്ടിയില്ലല്ലോ. നാലാമത്തെ ചാൻസ് വികുത കുമാരൻ. ഏകദേശം കറക്റ്റ് ഉണ്ട്. നാലാമത്തെ ചാൻസ്. പക്ഷെ 5ാമത്തെ ചാൻസ് വികുത കുമാരൻ. എന്തോ കുമാരൻ കുമാരൻ 5 ചാൻസ് ആയി. കഴിഞ്ഞു. വികുതകുമാരൻ മലയാള സിനിമയിലെ ഫസ്റ്റ് സിനിമ. നിനക്കറിയില്ലേ? ഇതാണ് മലയാള സിനിമയിലെ ഏറ്റവും ആദ്യത്തെ സിനിമ, വികുതകുമാരൻ. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണുന്നുണ്ടാ, പേരറിഞ്ഞാ പോലെ എനിക്ക്. അപ്പൊ ഫസ്റ്റ് ചാൻസുകൾ പൊട്ടിയിരിക്കുന്നു. 2 പേർക്കും 0 പോയിന്റ്. ഒരു പോയിന്റ് ഞാൻ വാങ്ങട്ടെ. പിന്നെ ഞാനാണ് പറഞ്ഞു കൊടുക്കാൻ പോണത്. എന്റെ പേരറിയില്ലേ? സമയം അറിയില്ലേ? എന്താ സമയം എത്രയാ? ചില വാക്കുകളൊക്കെ മനസ്സിലാവുണ്ട്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോണത് സിനിമയുടെ പേരാണ് അധോലോകം. ഓക്കെ, 5 ചാൻസ് ട്ടാ. ഫസ്റ്റ് വൺ എനിക്ക് ഇങ്ങനെ പോവാം. ഫസ്റ്റ് വൺ അധോലോകം. പറയ് എന്തിനാ? അല്ല, ഓരോന്ന് മൈനസ് ചെയ്ത് വരും. എന്തിനാ പറഞ്ഞ? അന്തോണി. അന്തോണി. അധോലോകം. എനിക്ക് ഇവൻ പറഞ്ഞു ഗൂഗിളിൽ നോക്കാൻ പറ്റില്ല. നീ പറയണ്ട. കയ്യിലെ ആക്ഷൻ കാണിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. നീ എന്താ പറയണത്? ശരി,
പാവത്തെ പറഞ്ഞു മനസ്സിലായി. ഏതാ പറഞ്ഞ അന്തോണിയുടെ അധോലോക കറക്റ്റാ. നീ അതാരാ പറയണേ? എനിക്കിതൊക്കെ അറിയോ? ഞാൻ നിന്റെ വായനാക്ഷൻ അങ്ങനെ സിനിമ ഞാൻ 2 വാക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ എനിക്ക് പേര് മലയാളം മൂവീസിന്റെ പേര് അധികം അറിയില്ല, അപ്പൊ ഞാൻ സെർച്ച് ചെയ്യാൻ സമ്മതിച്ചില്ല. കറക്റ്റ് ആണെങ്കിലേ സെറ്റ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കാണിക്ക്, അല്ലാണ്ട് നീ ജയിച്ചു അങ്ങനെ 0-1. അപ്പൊ ഈ സെക്ഷനിൽ ആകെ ഒരു പോയിന്റ് മാത്രം കിട്ടി, ഞാൻ വിജയിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ ഒരു കട്ടിയുള്ള വേർഡോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഡയലോഗോ. ഫസ്റ്റ് വേർഡ് പിന്നെ കളിപ്പിക്കാം അവളെ. റെഡി ആയിക്കോ. ഫസ്റ്റത്തെ നീലാമ്പലിപ്പൂ. നീയമ്മൂമ്മയുടെ രണ്ടാമത്തെ ശരിയാണോ? നീലാമ്പലിപ്പൂ. നീലാംബരപ്പൂ. നീ കേട്ടു അത് നീ കേട്ടു. ഞാൻ സിനിമയുടെ ഡയലോഗ് നിന്നെ കളിപ്പിക്കേണ്ടി പറഞ്ഞതാ. നീ തെറ്റിദ്ധരിച്ചില്ലേ നൈസായിട്ട്? ഞാൻ നീലാമ്പലിപ്പൂ എന്ന് പറഞ്ഞ അത് കളിപ്പിക്കണതാരാ? ശരിയല്ലേ? അപ്പൊ നമ്മള് തുടങ്ങല്ലേ? അപ്പൊ കേക്കുണ്ട്. ആണോ അതാ പറഞ്ഞ? ഗസ് ചെയ്യുന്ന ഞാൻ സത്യം तुम्हारा नाम क्या है? തുടങ്ങിയാ? तुम्हारा नाम क्या है? തുടങ്ങിയാ? അപ്പൊ നമ്മള് പറയാൻ പോണ വേർഡാണ് കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. നമുക്ക് നോക്കാം. കിട്ടില്ലേ? ഫസ്റ്റ് കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. പയ്യെ പറ. സിനിമ ഡയലോഗ് പറയാം. ഫസ്റ്റ് പോയി കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. ബാങ്കോക്ക് കാങ്കോക്ക് എന്തൊരു കോക്കാച്ചി. കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. താൻ തോന്നി നിന്നല്ല ഞാൻ പറഞ്ഞ. കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. ഔട്ട് കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. ഇവളെന്തത് കായിഷ്ട കോയിഷ്ട കഷ്ടിഷ്ട കുഷ്ട. കാണിച്ചാടാ. സിമ്പിള് സാധനം കൊടുത്തപ്പോഴേ അഹങ്കാരം. ഇപ്പൊ 2 അല്ല 1-1 ഇന്നല്ലേ? അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ? പിന്നെ കട്ടിയുള്ള വേർഡ് എന്ന് പറയുമ്പോ ഞാൻ പിന്നെ എന്തിട്ട് പറയണ്ടേ? തോന്നി ബാങ്കോക്കോ. അപ്പൊ സക്സസ്ഫുള്ളി 2ാം ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതാണ് പാട്ടിന്റെ സെക്ഷൻ. ഇതിലെങ്കിലും ഇപ്പൊ ഞങ്ങൾ 2 ഡ്രോ 1-1. ഇതാണ് ടൈ ബ്രേക്കർ. ഇതിൽ മനസ്സിലാവുക ആര് വിജയിക്കും ആര് തോക്കുമെന്ന്. അപ്പൊ കാത്തിരുന്ന് കാണുക. ഇപ്പൊ എങ്ങനെ ഈക്വലായിട്ട് കിട്ടിയും ശരിക്കും നമുക്ക് ഒരെണ്ണം കൂടി വെക്കാം എക്സ്ട്രാ എന്തെങ്കിലും. അത് ബ്രേക്ക് ചെയ്യാം. അപ്പൊ ഈ സെക്ഷനിൽ അവസാന റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊരു കഥ പറയണേ? കേക്കിന്റെ ഉറപ്പാണ്. അപ്പൊ എന്തായാലും നേരെ റൗണ്ടിലേക്ക് തുറക്കാം. അവസാന റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് ചില്ല് ചെയ്യാം. നേരം കേക്ക് കഴിഞ്ഞ 5ാമത്തെ 1-ാമത്തെ സിമ്പിൾ സാധനം കൊടുക്കാന്. സിമ്പിളാ. ഞാനും എന്റെ ആളും. നീ കേട്ടിട്ടില്ല. നീ എങ്ങനെ അറിയോ? ഞാനും ഞാനെന്ന് പറഞ്ഞാ കണ്ടാ കിട്ടും. ഇനി നമ്മള് ഞാനും എന്ന് പറഞ്ഞാ അറിഞ്ഞോടായിരിക്കും. അപ്പൊ ഇപ്പോഴാണ് ഞാനാണ് 2 പോയിന്റിലേക്കാണ്. ഇനി ഇവനിത് അവസാന എന്റെ കൂടി ഉണ്ട്. ഇതില് ഞാൻ ഇത്ര കട്ട് കെട്ടിയ ഞാൻ പാട്ട്. ഇത്ര സിമ്പിൾ അതൊന്നും എനിക്കറിയില്ല. നിന്നോടാണ് ഞാൻ പറയാൻ പോകുന്ന പാട്ട് മനസ്സിലായില്ലേ?
പറയട്ടെ എന്നല്ല പറഞ്ഞപ്പോ ഫസ്റ്റത്തെ അല്ലേ അല്ലേ ശരിയല്ലേ കറക്റ്റ് അല്ലേ ഉറപ്പല്ലേ നീ പറ ഫസ്റ്റ് പറയ് മറന്നോ പാട്ട് അല്ലല്ല ഓക്കെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ട് പയ്യെ പയ്യെ പാട് ആക്ഷൻ കാട്ട് ഞാനോ ആക്ഷൻ ഓക്കെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കും രണ്ടാമത്തെ അടുത്തത് മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ മഴത്തുള്ളി പാടും അടുത്തത് ദൈവമേ കിട്ടല്ലേ മിന്നാ മിന്നാ മിനുങ്ങേ പാമ്പുകൾക്ക് മാളം അടുത്തത് പറയൂ നാലാമത്തെ ഓക്കെ മിന്നാ മിനുങ്ങേ മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം മാമ്പഴം വെളുത്ത മാമ്പഴം പാടണ്ട ബാക്കി നിക്ക് നാലാമത്തെ അല്ലേ പറഞ്ഞൂടി അഞ്ചാമത്തെയാ ഞാൻ നാലാമത്തെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കല്ലേ ഈ തിടുക്കം മിന്നാമേ എന്താ പറയണ്ട പാട് എന്തിട്ടാ കഴിവ് തെളിയിക്കോ സൗണ്ട് ഇങ്ങോട്ട് പോരട്ടെ തോറ്റ് മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ ഞാൻ മിന്നാ കേൾക്കുന്നു ഞാൻ അപ്പൊ ചുമ്മാ മിന്നാ ചാത്തുകൂടി പറഞ്ഞാലേ ഞാൻ വിചാരിച്ചു ഇത്രയും സിമ്പിൾ ആയിട്ട് കൊടുക്കുമ്പോ മിന്നാ മിനുങ്ങ മിന്നാന്ന് കേൾക്കുമ്പോ അവന് മനസ്സിലാവുന്ന വിചാരിച്ചു ഞാനൊന്ന് പറയണ്ടായിരുന്നു അതിനാണ് ഞാൻ നോക്കുമ്പോണ്ട് പാടി ഇങ്ങോട്ട് പോവാ ഞാനും ആരെങ്കിലും ആക്ഷൻ അതാ ഞാന് മിന്നാ മിനുങ്ങ എങ്ങനെ ഞാൻ കാണിച്ചത് മിന്നാ മിനുങ്ങ മിന്നും മിനുങ്ങ എങ്ങനെയാ കാണിച്ചെന്ന് ആ ടൂണ് കാണിച്ചതാണ് ഇങ്ങനെ ആസ്വദിച്ചു അപ്പൊ ആര് ജയിച്ചേ എന്ന് പറഞ്ഞു കൊടുത്തേ അപ്പോ നീ ജയിച്ചു സമ്മതിച്ചേക്കുന്നു നീ വലിയ ആള് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമതി ഈ ഒരു ഗെയിമിൽ ജയിച്ചുണ്ട് നീ ഈ ലോകത്തുള്ള ഏത് ഗെയിം വന്നാലും നീ ജയിക്കും ഭയങ്കര സ്മാർട്ടാണ് അതെ പിന്നെ ഭയങ്കര ബുദ്ധിശാലിയാണ് ആവശ്യമില്ല അറിയാം ഓ പിന്നെ ഭയങ്കര സുന്ദരിയാണ് മനസ്സിലായി കള്ളത്തരാണ് അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.